ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് കമ്പനിയാണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കമ്പനി തുടങ്ങേണ്ടത്, തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ നമ്മൾ 3 സ്റ്റേജുകളായിട്ടാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ പ്രമോഷൻ എന്നുകൊണ്ട് പറയുന്നത്. പ്രമോഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനിയുടെ തുടങ്ങുമ്പോൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജിനെയാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇവിടെ എന്താണ് ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രമോഷൻ എന്ന് പറയുന്നത് അല്ലേ. പ്രമോഷൻ റെഫേഴ്സ് ടു ദ സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റി ബൈ വിച്ച് ദ ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ്. നമ്മുടെ ബിസിനസ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുന്നത് പ്രമോഷൻ എന്ന് പറയുന്നത്. ഇനി ആരാണ് പ്രമോട്ടർ? പ്രമോട്ടർ എന്ന് പറയുന്നത് പ്രമോഷണൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുക പ്രമോട്ടർ എന്ന് പറയുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ പ്രമോട്ടർ ഈസ് ദ പേഴ്സൺ ഹു ക്യാരി ഔട്ട് ദി പ്രമോഷണൽ ആക്ടിവിറ്റീസ്. പ്രമോട്ടേഴ്സ് ആണ് ആ കമ്പനിയുടെ ബിസിനസ് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യുക ഡിസൈഡ് ചെയ്യുന്ന വ്യക്തികളെ കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ടൈപ്സ്. അതിൽ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്, ഓൺട്രപ്രണർ പ്രൊമോട്ടേഴ്സ്, ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷൻ ആയിരിക്കും. ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അവർ അത് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അത് തന്നെ അവർ മറ്റൊരാൾക്ക് കൈമാറിയിട്ട് അവർ വേറെ ജോലിക്ക് പോകും. അങ്ങനെയാണ് പറയുന്നത് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡു പ്രൊമോഷണൽ ആക്ടിവിറ്റി ഓൺലി ഇത് ഫൈൻഡ് അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് മാത്രം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ. ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഈ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് അവർ തന്നെ ആയിരിക്കും അതിൻ്റെ ഓണേഴ്സും, അവർ തന്നെ ആയിരിക്കും ആ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും അവർ തന്നെയാണ്. ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ മെയിനായിട്ട് ആ കമ്പനിയുടെ സെയിൽസ് അല്ലെങ്കിൽ ഷെയർ വിൽക്കുക വാങ്ങുക അങ്ങനെ ഒരു പ്രോഫിറ്റ് ഏണിങ്ങിനോട് കൂടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 പ്രൊമോട്ടേഴ്സാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ആണ് അതിൻ്റെ ഫങ്ഷൻസ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. ആദ്യം നമ്മൾ എന്താണ് ബിസിനസ് ഐഡിയ എന്ന് ഡിസ്കവർ ചെയ്യണം. രണ്ടാമത്തെ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. മൂന്നാമത്തെ അസംബ്ലിങ് ഓഫ് റിസോഴ്സസ് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. നാലാമത്തെയാണ് പ്രിലിമിനറി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു കമ്പനി തുടങ്ങുമ്പോൾ പ്രിലിമിനറി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഇതൊക്കെ നോക്കേണ്ട ആൾക്കാരാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യുക. അടുത്തത് കമ്പനിയുടെ പേര് കൊടുക്കുക. അതാണ് നെയിമിങ് ദ കമ്പനി എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആവണം, പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് ആവണം. നെക്സ്റ്റ് ലാസ്റ്റ് ഫംഗ്ഷനാണ് അവരുടെ ബാങ്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ബ്രോക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അതേപോലെ അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ലീഗൽ പൊസിഷൻസ് എന്ന് പറയുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ അതൊരു കമ്പനിയും അതേപോലെ തന്നെ പ്രൊമോട്ടറും തമ്മിലുള്ള ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. പ്രോഫിറ്റ് ചിലപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കമ്പനിയുടെയും പ്രൊമോട്ടറിൻ്റെയും കണക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ചിലപ്പോൾ നമ്മൾ ഏജൻസി എന്ന രീതിക്ക് ട്രസ്റ്റി എന്ന രീതിക്ക് ഒക്കെ അവർ വർക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സ് ഡിഫറെൻറ്റ് പാർട്ടീസിൻ്റെ ബിഹാഫിൽ നടത്തുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് എന്ത് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്നുകൊണ്ട് പറയാം. ഇവിടെ മെയിനായിട്ട് ഈ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് വേറൊരു ആളിൻ്റെ പകരം നിന്ന് ചെയ്യുക, അതിനെയാണ് ബിഹാഫിൽ അല്ലെ അങ്ങനെ ചെയ്യുക, മുന്നിലേക്ക് വരാതെ വേറൊരാൾ പകരം ചെയ്യുന്നതിനെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേജാണ് ഫോർമേഷൻ്റെ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ് നമ്മൾ കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പനി മെയിനായിട്ട് ഫോം ചെയ്യുന്നത് പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേഴ്സൺ എങ്കിലും മിനിമം വേണം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേഴ്സൺ എങ്കിലും മിനിമം വേണം, 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ വേണം. കമ്പനി ഫോം ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട് കമ്പനീസ് ഫോം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേര് സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്യാം.
അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രാർക്ക് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് ക്യാപിറ്റൽ വാങ്ങിക്കാം. ഇതാണ് മെയിനായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് നടക്കുന്നത്. ഇതിൽ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് പഠിക്കാനുണ്ട്. ആ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് എപ്പോഴും കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കമ്പനി ആയിരുന്നു പറഞ്ഞിട്ട് കാണാം കേട്ടോ. മൂന്നാമത്തെ സ്റ്റേജാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഫസ്റ്റ് പ്രൊമോട്ട് ചെയ്തോ രജിസ്റ്റർ ചെയ്തോ അതിന് ശേഷം ലാസ്റ്റ് മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മുടെ ആ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാബല്യത്തിൽ വരുത്തുക എന്നതിനെയാണ് ആ ഒരു സ്റ്റേജിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒന്നാണ് ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും മെമ്മോറാണ്ടത്തിൻ്റെ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. പ്രൈമറി ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കമ്പനിയുടെ എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈമറി ഡോക്യുമെൻ്റ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഇതിൽ മെയിനായിട്ട് ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ കമ്പനിയുടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയാം. അതിനെ നമുക്ക് ചാർട്ടർ ഓഫ് ദ കമ്പനി എന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. മെയിനായിട്ട് അത് ഔട്ട്സൈഡേഴ്സിലുള്ള ആൾക്കാർക്കും അതേപോലെ എക്സ്റ്റേണൽ അഫെയർസിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മെമ്മോറാണ്ടം നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡോക്യുമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് എന്നൊക്കെ പറയാം. ഇനി ഇതിൽ മെയിനായിട്ട് അതിൻ്റെ എല്ലാ കമ്പനിയും മെമ്മോറാണ്ടത്തിൽ എന്ത് ചെയ്യണം, പേരെന്ന് പറയുന്നത് മെൻഷൻ ചെയ്യണം. പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് കാണിക്കണം, പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കാണിക്കണം. അതുപോലെ തന്നെ ഒബ്ജക്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നുണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും കമ്പനിയുടെ, അതുപോലെ തന്നെ കമ്പനീൻ്റെ എത്രയാണ് ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മെമ്മോറാണ്ടത്തിലാണ് എന്തുണ്ടാവുക, പേര്, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ അഡ്രസ്സ്, കാര്യങ്ങൾ, അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്യുക. ഇനി അതിൽ ഫോംസ് ഓഫ് മെമ്മോറാണ്ടം ഉണ്ട്. ടേബിൾ ABCDE അങ്ങനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ടേബിൾ എയിൽ വരുന്നത് മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഷെയർസ് ഉള്ള കമ്പനിക്കുള്ളതാണ്. ടേബിൾ ബി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള കമ്പനിക്കുള്ളതാണ്. ടേബിൾ ബി എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പനി സി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ് ഷെയർ ക്യാപിറ്റൽ. കമ്പനി ഡി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് വരുന്നത്. അവിടെ പക്ഷേ എന്തുണ്ടാവില്ല, ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ടേബിൾ ഇ എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് കമ്പനി തന്നെയാണ്, പക്ഷെ അവിടെ ഷെയർ ക്യാപിറ്റൽ ഹാവ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നത്. ഇനിയാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ്സ് ഓഫ് മെമ്മോറാണ്ടം. കണ്ടൻറ്റ്സ് ഓഫ് മെമ്മോറാണ്ടം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. നമ്മൾ ഇതിനെ ക്ലോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത് നെയിം ക്ലോസ്, രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്, അങ്ങനെ 6 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് നെയിം ക്ലോസ്. നെയിം ക്ലോസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പേര് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന, കമ്പനിയുടെ പേര് എഴുതിയിരിക്കുന്ന ക്ലോസിനെയാണ് നമ്മൾ എന്ത് പറയുക, നെയിം ക്ലോസ് എന്നുകൊണ്ട് പറയാം. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, പബ്ലിക് ആണെങ്കിൽ ലിമിറ്റഡ് കൊടുക്കണം, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുക്കണം അല്ലേ, പേരിൻ്റെ കൂടെ. ഇപ്പോൾ മീനു ആൻഡ് കമ്പനി ലിമിറ്റഡ് ആണെങ്കിൽ മീനു ഒരു പ്രൈവറ്റ് കമ്പനിയാണോ പബ്ലിക് കമ്പനിയാണോ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക, പ്രൈവറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് മീനു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വരുള്ളൂ. പബ്ലിക് കമ്പനിയാണെങ്കിൽ മീനു കമ്പനി ലിമിറ്റഡ് മാത്രമേ വരുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ ആ പേരിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പേരിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇതിൽ നെയിം ക്ലോസിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മെയിനായിട്ട് നെയിം ക്ലോസ് എന്ന് പറയുന്നത് അതിൽ ക്ലിയർ ആയിട്ട് കമ്പനി എന്ന് പറയുന്നത് മെൻഷൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ രജിസ്റ്റർ ഓഫീസ് കോൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈ ക്ലോസിൽ എന്താണ് പറയുന്നത് വെച്ച് പറഞ്ഞാൽ, നമ്മുടെ രജിസ്റ്റർ ഓഫീസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ആ കമ്പനിയുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണോ അതാണ് രജിസ്റ്റർ ഓഫീസിൻ്റെ അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസ് എന്നുകൊണ്ട് പറയുന്നത്. നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് 15 ദിവസത്തിനുള്ളിലെങ്കിലും എന്ത് ചെയ്യണം, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുക. അതിൻ്റെ പേര്, ആ കമ്പനിയുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അഡ്രസ്സും നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം എന്നാണ് ഈ രജിസ്ട്രേഷൻ ക്ലോസിൽ പറയണം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ലീഗൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും സിംബലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കൊടുക്കണം.
അതാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ CIN നമ്പർ, അതിൻ്റെ അഡ്രസ്സ്, അതേപോലെ ഫാക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത്, മെയിൽ ID, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ കൊടുക്കണം? രജിസ്റ്റർ ഓഫീസ് ക്ലോസിൽ കൊടുക്കണം. നെക്സ്റ്റ് മൂന്നാമത്തെയാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ക്ലോസിനെയാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്നുകൊണ്ട് പറയുന്നത്. എന്ത് ആക്ടിവിറ്റീസാണ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ്സ് ഇവർ അച്ചീവ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. ഇനി അടുത്ത ക്ലോസ് ആണ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നതിനെയാണ് ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഞാൻ പറഞ്ഞുവല്ലോ, ക്ലാസിഫിക്കേഷൻ ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാകും, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാകും, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ കമ്പനിയിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൽ എഴുതാം കേട്ടോ. ഇനി അടുത്തതാണ് 5ാമത് ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസിന് മെയിനായിട്ട് എന്താണ് പറയുന്നത്? കമ്പനിയുടെ ക്യാപിറ്റൽ എത്രയാണ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, നോമിനൽ ക്യാപിറ്റൽ എത്രയാണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? മെൻഷൻ ചെയ്യുക. ഒരു കമ്പനിക്ക് 50,000 ഷെയർസ് ഉണ്ടെങ്കിൽ അത് എത്ര ഇക്വിറ്റി ഷെയർസ് ആണ്, എത്ര രൂപയ്ക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് നമ്മുടെ അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. അസോസിയേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇതിന് പുറമേയുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയുക, നമ്മുടെ മെമ്പേഴ്സിൻ്റെ പേര്, സൈന്, രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്യാപിറ്റൽ, ഡിക്ലറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന ക്ലോസിനെയാണ് എന്താ പറയുക? അസോസിയേഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്നുകൊണ്ട് പറയുന്നത്. ഇനി 2ാമത്തെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ഡോക്യുമെൻ്റ് ആണ്. ഇതിൽ മെയിനായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കമ്പനിയുടെ വരുന്നുള്ളൂ. ഇതൊരു പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതിലും ഇതേപോലെ തന്നെ ടേബിൾ F മുതൽ J വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടേബിൾ F എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. G എന്ന് പറയുന്നത് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനാണ്. H എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഉണ്ട് പക്ഷേ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തതാണ്. ടേബിൾ I എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അൺലിമിറ്റഡ് ആണ്. അതേപോലെ J എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഷെയർ ക്യാപിറ്റൽ ഉള്ളതാണ് പക്ഷേ ക്യാപിറ്റൽ വരുന്നതുമാണ്. അങ്ങനെയാണ് ഇതിൽ പറയണം. ഇതിൽ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷെയർസിൻ്റെ കാര്യങ്ങൾ. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, ഷെയറിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് എന്താണ്, ലീൻ എന്താണ്, കോൾസ് ഇൻ ഷെയർസ് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്താണ്, അല്ല എന്താണ് നമ്മുടെ ഡയറക്ടേഴ്സ് എന്താണ്, ഫോറിൻ ഷെയർസ് എന്താണ്, ബൈബാക്ക് ഷെയർസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഷെയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനീൻ്റെ ഇൻറ്റേർണലായിട്ട് ഉള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾസിൽ വരുള്ളൂ, അല്ലെങ്കിൽ AOAയിൽ വരുള്ളൂ. മനസ്സിലായോ? ഉള്ളിൽ നമ്മുടെ ഇൻറ്റേർണൽ അഫെയർസ് വരുന്നതാണ് ആർട്ടിക്കിൾസ്, എക്സ്റ്റേണൽ അഫെയർസ് വരുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി അടുത്ത ഈ രണ്ടെണ്ണത്തിൻ്റെയും നമ്മൾ എന്ത് നോക്കണം? ഡിഫറൻസ് നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരുന്ന സാധനമാണ് മെമ്മോറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ബൈ ലോ ആണ്, ലോ പ്രകാരം ഫോളോ ചെയ്യുന്നതാണ്. പ്രൈമറി ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം, അല്ലെങ്കിൽ മെയിൻ ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സബ്സിഡറി ഡോക്യുമെൻറ്റ്സ് ആണ്. മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ്, പവേഴ്സ് ഒക്കെയാണ് കമ്പനിയുടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾസിൽ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ അത് കമ്പനി എങ്ങനെ ഫോളോ ചെയ്യണം, എന്ത് ഫോളോ ചെയ്യണം, എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഡിഫൈൻ വേസ് ആൻഡ് മീൻസ് വിത്ത് ദ ഒബ്ജക്ട്സ് ക്യാൻ ബി അച്ചീവ്ഡ്, അതാണ് ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഇവിടെ ക്ലോസുകൾ കുറവായിരിക്കും മെമ്മോറാണ്ടത്തിൽ, ആർട്ടിക്കിൾസിൽ ക്ലോസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് പബ്ലിക്, കമ്പനിയും പബ്ലിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് മെമ്മോറാണ്ടം. ഇവിടെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മെയിനായിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് മെമ്പേഴ്സ് ദംസെൽഫ്, കമ്പനിയും അതുപോലെ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആർട്ടിക്കിൾസിൽ മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രൊവിഷൻസ് മെമ്മോറാണ്ടത്തിൽ ഉണ്ടാവില്ല, ആർട്ടിക്കിൾസിൽ പ്രൊവിഷൻസ് ഉണ്ടാവും. ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് ആയിരിക്കും. ആർട്ടിക്കിൾസിനെ ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് ആക്റ്റും അതുപോലെ തന്നെ മെമ്മോറാണ്ടവും ആയിരിക്കും. ഗവേൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ മെയിനായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് മെമ്മോറാണ്ടത്തിനെ ഈസി ആയിട്ട് അൾട്ടർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആർട്ടിക്കിൾസിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അൾട്ടർ ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് വരുത്തുക എന്നാണ് പറയുന്നത്.
പിന്നെ ആക്ട്സ് അൾട്രാവയസ് മെമ്മോറാണ്ടം കനോട്ട് ബി റെക്ടിഫൈഡ്. അൾട്രാവയസ് നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, നമുക്കത് മാറ്റാൻ പറ്റില്ല, അൾട്രാവയസിനെ മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾസിൽ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻസ് ആണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയസ്. അൾട്രാവയസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ബിയോണ്ട് ദി പവർ, അതാണ് അർത്ഥം. ബിയോണ്ട് ദ പവർ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ എന്താണ് ഇതിനേക്കാളും ആ ഒരു ആക്ടിനേക്കാളോ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിനേക്കാളും ചെയ്യുകയാണെങ്കിൽ ബിയോണ്ട് ദ പവറിനെയാണ് നമ്മളുടെ അൾട്രാവയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡൺ ചെയ്യുന്നത് എക്സസ് ആയിട്ടോ ബിയോണ്ട് ദ പവർ, അതിന് പുറമേ ചെയ്യുന്ന പ്രവർത്തികളെയാണ് എന്ത് പറയുന്നത് അൾട്രാവയേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് രണ്ട് ഡോക്യുമെൻറ്റും ഒരു ആക്റ്റുമാണ് വരുന്നത്. അൾട്രാവയേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ടിന് പുറമേ ചെയ്യുന്ന പ്രവൃത്തികൾ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് പുറമേ ചെയ്യുന്ന പ്രവൃത്തികൾ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പുറമേ ബിയോണ്ട് ദ പവർ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് നമ്മളതിൽ പഠിക്കുന്നത്. ഇവിടെ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ സാധാ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പബ്ലിക്കിന് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കണം. ആ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നത്. മെമ്മോറണ്ടത്തിനെയും ആർട്ടിക്കിൾസിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, പബ്ലിക് ഡോക്യുമെൻ്റ് ആയ ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക്സ് അല്ലെങ്കിൽ സാധാ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, ഒരു നോമിനൽ ഫീൻ്റെ ബേസിസിൽ ഇൻസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് വഴിയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ തരുന്ന രീതിയാണെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നുകൊണ്ട് പറയുന്നത്. ഇനി ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിൽ ഔട്ട്സൈഡേഴ്സിന് ഇൻറ്റേർണൽ അഫെയർസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഗുലർലി ചെക്ക് ചെയ്യാനുള്ള അധികാരമില്ല. അതിനെയാണ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന. ഔട്ട്സൈഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കമ്പനിയുടെ ഇൻറ്റേർണൽ പ്രൊസീഡിങ്സോ ഇൻറ്റേർണൽ കാര്യങ്ങളോ നോക്കാൻ പറ്റാത്ത പ്രോസസ്സിനെ അല്ലെങ്കിൽ പ്രൊസീജിയറിനെയാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് പറയണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്റ്റസ്. ആദ്യം പഠിച്ചു മെമ്മോറാണ്ടം, രണ്ടാമത്തെ ആർട്ടിക്കിൾസ്, മൂന്നാമത്തെ പ്രോസ്പെക്റ്റസ്. ഈ പ്രോസ്പെക്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അതിൽ പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻവിറ്റേഷൻ, കത്ത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, എവിടേക്കെങ്കിലും വരണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോസ്പെക്റ്റേഴ്സ് ക്ഷണക്കത്ത് കൊടുക്കില്ല, അതിനെപോലെ തന്നെയാണ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറിങ് ടു ദി സബ്സ്ക്രൈബർ ഫോർ ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഷെയറും ഡിബഞ്ചറും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറിനെയാണ് എന്ത് പറയുന്നത് ഇൻവിറ്റേഷൻസ് എന്നുകൊണ്ട് പറയുന്നത്. നമ്മളൊരു കോളേജിൽ ചേരാൻ പോവുകയാണെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം അവർ തരുന്നത് എന്താണ്, പ്രോസ്പെക്റ്റേഴ്സ് ആയിരിക്കും അല്ലേ. ആ പ്രോസ്പെക്റ്റേഴ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, കമ്പനിയുടെ ഹിസ്റ്ററി, അതുപോലെ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കാര്യങ്ങൾ എല്ലാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക പ്രോസ്പെക്റ്റേഴ്സ് എന്നുകൊണ്ട് പറയുക. ഇതിൽ നമ്മൾ മെയിനായിട്ട് 4 പ്രോസ്പെക്റ്റേഴ്സ് നോക്കുന്നുണ്ട്. ഡീംഡ് പ്രോസ്പെക്റ്റേഴ്സ്, ഷെൽഫ് പ്രോസ്പെക്റ്റേഴ്സ്, ആർബിട്രേജ് പ്രോസ്പെക്റ്റേഴ്സ്, റെഡ് ഹിയറിംഗ് പ്രോസ്പെക്റ്റേഴ്സ്. ഡീംഡ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇഷ്യൂയിങ് ഹൗസ് പ്രകാരമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ ഷെയർ പബ്ലിക്കിനോട്ട് കൊടുക്കുന്ന ഒരു ഇഷ്യൂയിങ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇടയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. അത് ചിലപ്പോൾ അത് ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. അവർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നത് എങ്കിൽ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ആ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്റ്റേഴ്സിനെയാണ് നമ്മൾ പറയുക ഡീംഡ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയാം. ഷെൽഫ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താ വെച്ച് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ഓഫ് പ്രോസ്പെക്റ്റേഴ്സിനെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലേ, ഒരു സർട്ടൈൻ പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി മൂന്നാമത്തെയാണ് ആർബിട്രേജ് പ്രോസ്പെക്റ്റ്. മെമ്മോറാണ്ടത്തിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കുറേ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇറക്കുന്ന പ്രോസ്പെക്റ്റേഴ്സാണ് ആർബിട്രേജ് പ്രോസ്പെക്റ്റേഴ്സ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബൾക്കി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോസ്പെക്റ്റേഴ്സിൽ അൺവാണ്ടഡ് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടും ഒക്കെ ലിമിറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസ്പെക്റ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത് ആർബിട്രേജ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തെയാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്റ്റേഴ്സ്. റെഡ് ഹിയറിംഗ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ,
ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കുന്നില്ല, പബ്ലിക്കിന് കൊടുക്കുന്നില്ല. എക്സാമ്പിൾ പറയുന്നത് കമ്പനിയുടെ പ്രൈസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതോ ക്ലിയർ ആയിട്ട് കൊടുക്കാത്ത പ്രോസ്പെക്റ്റേഴ്സിനെയാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറയാം. ഇത്രയാണ് മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റുകളും കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. പിന്നെ അതുപോലെ പ്രൊമോട്ടേഴ്സിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. താങ്ക് യു.